2024 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. റോ മെറ്റീരിയൽസ് 400 per unit, direct labor 150 per unit, overhead 300 per unit excluding depreciation. Then total cost 850, selling price 1000 per unit, total output 52,000 unit per annum. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് വൺ, റോ മെറ്റീരിയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ സ്റ്റോർസ് ആൻ ആവറേജ് പീരീഡ് ഓഫ് 4 weeks. റോ മെറ്റീരിയൽസ് 4 ആഴ്ചയാണ് സ്റ്റോറിലുള്ളത്. മെറ്റീരിയൽസ് വിൽ ബി ഇൻ പ്രോസസ്. മെറ്റീരിയൽസ് വിൽ ബി ഇൻ പ്രോസസ് എന്ന് പറഞ്ഞാലും പ്രോഗ്രസ് എന്ന് പറഞ്ഞാലും ഒക്കെ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ഇത് ആവറേജ് 2 weeks ആണ്. അസ്യൂം 50% കംപ്ലീഷൻ സ്റ്റേജ് വിത്ത് ഫുൾ മെറ്റീരിയൽ കൺസംഷൻ. 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതായത് ലേബറും ഓവർഹെഡും 50% എടുക്കണം. ഇവിടെ മെറ്റീരിയലിൻ്റെ കേസ് എന്താ പറഞ്ഞേക്കണേ, ഫുൾ മെറ്റീരിയൽ കൺസംഷൻ, മെറ്റീരിയൽ ഫുൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ആർ റിക്വയർഡ് ടു ബി ഇൻ സ്റ്റോക്ക് ഫോർ ആവറേജ് 4 weeks. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 4 ആഴ്ചയാണ്. ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സിൻ്റെ പീരീഡ് 8 weeks. സപ്ലയേഴ്സ് അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് 4 weeks. നമ്മുടെ കയ്യിൽ 50,000 രൂപ ക്യാഷ് ഉണ്ട്. ഇവിടെ നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 52 weeks ആണ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ആദ്യം തന്നെ നമ്മൾ എന്തെടുക്കണം, കറണ്ട് അസറ്റ് എടുക്കും. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പിന്നെ എന്താ വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ വരുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ്, പിന്നെ വരുന്നത് ഏതാണ് ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇത്ര ഐറ്റമാണ് നമുക്ക് എന്തിൽ വരുന്നത്, കറണ്ട് അസറ്റിൽ. അപ്പോൾ കറണ്ട് അസറ്റിൽ ആദ്യത്തെ ഐറ്റം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. 4 ആഴ്ചയാണ് സ്റ്റോഴ്സിൽ അത് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 52,000 യൂണിറ്റ് ആയിരുന്നു, പെർ യൂണിറ്റ് 400, 52,000 × 400 × 4/52. കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 52 ആഴ്ചയാണ്. 4 ആഴ്ചയാണ് അത് ഇരിക്കണേന്ന് പറഞ്ഞാൽ അപ്പോൾ 4/52 ചെയ്യുക. അപ്പോൾ 16 ലക്ഷം കിട്ടും. അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് 2 weeks ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുമ്പോഴും ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കുമ്പോഴും ഏതൊക്കെ ആയിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഇത് 3ഉം വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റോ മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയൽ എത്രയാണ്, 52,000 × 400 × 2/52 എടുത്താൽ മതി. കാരണം ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് പ്രോഗ്രസ് 50% ഫിനിഷ് ചെയ്തിട്ടുള്ളൂ എങ്കിലും മെറ്റീരിയൽസ് ഫുൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയലിൻ്റെ അവിടെ നമുക്ക് 50% ഇടേണ്ട കാര്യമില്ല. അപ്പോൾ 52,000 × 400 × 2/52 നമുക്ക് എത്ര കിട്ടും, 8 ലക്ഷം കിട്ടും. ലേബർ 52,000 × 150, ഇതൊക്കെ തന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ, പെർ യൂണിറ്റ് ഇതെല്ലാം തന്നിട്ടുണ്ട് നമുക്ക്. 2/52 ഇൻറ്റു ഇവിടെ 50% എടുക്കാൻ പാടുള്ളൂ. ലേബറും ഓവർഹെഡ് 50% എടുക്കാൻ പാടുള്ളൂ. മെറ്റീരിയൽ മാത്രമേ ഫുൾ കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 50%, 1,50,000. ദെൻ ഓവർഹെഡ് 52,000 × 300 × 2/52 × 50/100 എത്ര, 3 ലക്ഷം. ഇനി ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,50,000 കിട്ടും. ഇതാണ് നമ്മളുടെ ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൽ എന്തൊക്കെ വരും, ഇതുപോലെ തന്നെ റോ മെറ്റീരിയൽ 52,000 × 400 × ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഇതെത്രയാണ്, വീക്ക് 4 weeks എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അത് 4/52. 4 weeks എന്നാണ് പറഞ്ഞേക്കണത്, അതുകൊണ്ട് 4/52. അപ്പോൾ നമുക്ക് 16 ലക്ഷം കിട്ടും. ലേബർ 52,000 × 150 × 4/52 6 ലക്ഷം കിട്ടും. ഓവർഹെഡ് 52,000 × 300 × 4/52 നമുക്ക് എത്ര കിട്ടും, 12 ലക്ഷം കിട്ടും. ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 34 ലക്ഷം കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 16 ലക്ഷം പിന്നെ ഈ 12 ലക്ഷം പിന്നെ ഈ 34 ലക്ഷം ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് നമുക്കിവിടെ 6,25,00,000 നമ്മളിവിടെ എഴുതാം. അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എത്രയാണ്, 52,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 1000. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കടമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവരെയാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് 52,000 ആണ് നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ. അതിൽ 1000 രൂപ വെച്ചാണ് വിറ്റേക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തം സെയിലും ഇവിടെ പ്രത്യേകിച്ച് 80% സെയിലെന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മൊത്തവും കടമായിട്ട് വിറ്റു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണേ.
കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20% ക്യാഷിനാണ് വിൽക്കണേന്ന്. ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് മൊത്തം കടമായിട്ട് വിറ്റതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 52,000 ഇൻറ്റു 1000 ഇൻറ്റു എത്ര ഡെപ്റ്റേഴ്സിൻ്റെ കാലാവധി എത്രയാണ്? നമ്മുടെ ഡെപ്റ്റ് പീരീഡ് കൊടുക്കുന്നത് 8 ആഴ്ചയാണ്. 8/52 എഴുതുമ്പോൾ 80 ലക്ഷം കിട്ടും. ദെൻ ക്യാഷ് ഉണ്ട് നമുക്ക് 50,000. ഇനി ഇതെല്ലാനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടും. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 4/52. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ വേജസ് ഓവർഹെഡ് ഒന്നും ഇതിൽ തന്നിട്ടില്ല. ഇവിടെ ആകെ ക്രെഡിറ്റേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 52,000 ഇൻറ്റു 400 ഇൻറ്റു അതിൻ്റെ പീരീഡ് എഴുതുക. അപ്പോൾ 16 ലക്ഷം കിട്ടും. എന്നിട്ട് നമുക്ക് കിട്ടിയ ആ കറണ്ട് അസറ്റിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. 1,27,00,000 നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ കുറയ്ക്കുമ്പോൾ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ തന്നെ ഇത് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നന്നായി പഠിച്ച് പരീക്ഷ എഴുതാം കേട്ടോ.